നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മാഞ്ചസ്റ്റർ സിറ്റിയുടെ രക്ഷകനായിട്ട് അവതരിക്കും? അർജന്റീനയിൽ നിന്നൊരു 18കാരൻ പയ്യൻ ഇതാ അങ്ങോട്ടേക്ക് ലാൻഡ് ചെയ്യാൻ പോകുന്നു. യെസ്, ക്ലോഡിയോ എച്ചുവേരി. എച്ചുവേരിയൊക്കെ നേരത്തെ സിറ്റിയിലെത്തിയതാ. നീ തള്ളും കൊണ്ട് വരാതെ എന്ന് കമൻ്റ് ഇടാൻ പലരും പോയിട്ടുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? ശരിയാണ്, എച്ചുവേരിയെ നേരത്തെ മാഞ്ചസ്റ്റർ സിറ്റി സൈൻ ചെയ്തതാണെങ്കിലും അദ്ദേഹം വീണ്ടും റിവർ പ്ലേറ്റിൽ തന്നെ ലോണിൽ കളിക്കുകയാണ് ഇതുവരെ ചെയ്തത്. അവിടുത്തെ കളി മതിയാക്കി എല്ലാവരോടും യാത്ര പറഞ്ഞിരിക്കുന്നു ക്ലോഡിയോ എച്ച്വേരി. 2025 മുതൽ അദ്ദേഹം സിറ്റിയിൽ തന്നെ കാണും. അതാണ് ഈ പറഞ്ഞതിനർത്ഥം. സംഭവം സൈനിങ് നേരത്തെ കഴിഞ്ഞെങ്കിലും അർജൻറ്റീനയിൽ തന്നെ റിവർ പ്ലേറ്റിൽ തന്നെ അദ്ദേഹം കളി തുടരുകയായിരുന്നു. ഇപ്പോൾ എച്ച്വേരി റിവർ പ്ലേറ്റിലെ ആരാധകരോടും താരങ്ങളോടും ഒക്കെ നന്ദി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. TYC സ്പോർട്സ്, അർജന്റീൻ മാധ്യമം TYC സ്പോർട്സ് അത് റിപ്പോർട്ട് ചെയ്യുന്നു. സിറ്റിയെ സംബന്ധിച്ച വാർത്തകൾ തരുന്ന മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ യാത്ര മൊഴിയുമൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അദ്ദേഹം പറയുന്നു, ഐ ഹാവ് ടു സേ ഗുഡ് ബൈ ടു ദി ക്ലബ് ഓഫ് മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിലെ ക്ലബിനോട്, റിവർ പ്ലേറ്റിനോട് ഞാൻ ഗുഡ് ബൈ പറയുകയാണ്. ഞാൻ വളരെ യങ് ഏജിൽ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് ഇവിടെ ജോയിൻ ചെയ്തതാണ്. റിവർ എൻ്റെ സെക്കൻഡ് ഹോമായിട്ട് മാറി. ഈ ക്ലബ്ബാണ് എന്നെ ഒരു വ്യക്തി എന്ന നിലയിലും ഒരു പ്രൊഫഷണൽ എന്ന നിലയിലും വളർത്തിയെടുത്തത്, ഫോം ചെയ്തത്. ഇവിടുത്തെ ആരാധകരോട് ഞാൻ നന്ദി പറയുന്നു, ടീംമേറ്റ്സിനോട് നന്ദി പറയുന്നു, സ്റ്റാഫിനോട് നന്ദി പറയുന്നു, ലീഡേഴ്സിനോട് നന്ദി പറയുന്നു. ക്ലബിനോടൊപ്പം ചേർന്ന് ഇത്രയും വർഷങ്ങൾ പ്രവർത്തിച്ച എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ എൻ്റെ ഫാമിലിയോടും എൻ്റെ സുഹൃത്തുക്കളോടും നന്ദി പറയുന്നു. അവരില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇന്നത്തെ നിലയിലേക്ക് എത്തുമായിരുന്നില്ല. അവരെയൊക്കെ ഞാൻ മിസ് ചെയ്യും. ഞാൻ ഈ ക്ലബിൻ്റെ ഫാനായിട്ട് തുടരുകയും ചെയ്യും. താങ്ക് യു ഫ്രം ദി ബോട്ടം ഓഫ് മൈ ഹാർട്ട് ആൻഡ് സീ യു സൂൺ എന്നാണ് സിറ്റിയിലേക്ക് മൂവ് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം അറിയിച്ചിട്ടുള്ള. അർജൻറ്റീനയുടെ അണ്ടർ-17, അണ്ടർ-23 ടീമുകൾക്കൊക്കെ കളിച്ചിട്ടുള്ള എച്ചുവേരി വലിയ ടാലൻ്റായിട്ടാണ് കണക്കാക്കുന്നത്. സിറ്റിയിൽ ജനുവരി മുതൽ അദ്ദേഹം കളിച്ചു തുടങ്ങുമോ? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.